ദേശകാലോചിതമായ സത്യം ഉപദേശിച്ച് സമചിത്തത നൽകുന്നതോടൊപ്പം ദേശകാലോചിതമായ ധർമ്മങ്ങൾ ഉപദേശിക്കാൻ കൂടി വസിഷ്ഠ മഹർഷി ശ്രദ്ധ വയ്ക്കുന്നു. കൈകേയി ദേവിക്ക് വരം കൊടുക്കേണ്ടതുണ്ട്. ദേവി ചോദിച്ച സമയത്ത് തന്നെ മഹാരാജാവിനു കൊടുക്കണം, മറിച്ച് പറയാൻ സാധ്യമല്ല. രാജാവ് സത്യസന്ധനുമാണ്. അക്കാര്യം മഹർഷി ഭരതനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ പൂർവജനായ ശ്രീരാമനാണ് വിധിപ്രകാരം രാജാവ്. താൻ അദ്ദേഹത്തിൻ്റെ വെറും കിങ്കരൻ മാത്രം. നാളെ വനത്തിൽ പോകണമെന്നും ഗുരു വസിഷ്ഠൻ, പത്നി അരുന്ധതീദേവി, മന്ത്രിമാരും പുരവാസികളും മാതൃജനങ്ങളും തുടങ്ങി എല്ലാവരും കൂടി പോകണമെന്നും ഭരതൻ തീരുമാനിച്ചു പറയുന്നു. ആ തീരുമാനം നന്നായെന്ന് മറ്റുള്ളവർ സന്തോഷത്തോടെ പറയുന്നു. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വിതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജമാരാജകമാം ഭവനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംബലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീദേവിയും നാനാപുരവാസികളുമമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനകശങ്ക പടഹ വാദ്യത്തോടും സോദര ഭൂസര താപസ സാമന്ത മേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളും ആയിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ
ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു. മൂലബലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളു. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു ചൊല്ലിടിനാർ.